നമസ്കാരം കൂട്ടുകാരെ, ഡിജിറ്റൽ ഓഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 5.1 റിമോട്ട് കിറ്റ് ആംപ്ലിഫയർ ആണ് കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ ഇത് ശരിക്കും പറഞ്ഞ റീവർക്കായിരുന്നു. അപ്പോൾ ഇത് വേറൊരു ആമ്പായിരുന്നു, നമ്മൾ ഇതിലേക്ക് ആക്കിയതാണ്. ഈ ഒരു കേസിലേക്ക് നമ്മൾ കൊണ്ടുവന്നതാണ് ഈ ഒരു മുതലിനെ. ഇതിന്റെ മുന്നത്തെ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അതായത് ഇതിന്റെ മുന്നത്തെ ആംപ്ലിഫയർ നമുക്ക് കൂട്ടുകാരെ കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മളിതിപ്പോ ഫുള്ള് പണി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ആംപ്ലിഫയർ ഞാൻ കൂട്ടുകാരെ കാണിക്കണത്. അപ്പൊ ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഞാൻ കൂട്ടുകാരോട് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അന്നേരം നമുക്ക് ഈ ആംപ്ലിഫയറിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ മാർക്കറ്റിൽ ഏറെക്കുറെ നല്ല റണ്ണിങ്ങിലുള്ള ഒരു മോഡലാണ് ഈ ഇരിക്കണ അക്രിലിക് പാനൽ ഡിസൈൻ. അപ്പൊ നമ്മുടെ നാട്ടില് ഏറെക്കുറെ ആംപ്ലിഫയറുകളൊക്കെ തന്നെ മാർക്കറ്റിൽ ഇറങ്ങുന്നത് ഈ ഒരു മോഡലിലാണ്, റിമോട്ട് കിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ആമ്പുകളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ റീവർക്ക് വന്ന് ഒരു അപ്ഡേറ്റഡ് ആയി പോയിട്ടുള്ള ഒരു ആംപ്ലിഫയറിൽ ഉണ്ടായിരുന്നതാണ് ഈ ഒരു കേസ്. അപ്പൊ നമ്മളത് ഈ ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മളത് എടുത്തതാണ്, ഈ ഒരു കേസും ഫ്രണ്ട് പാനലൊക്കെ. അപ്പൊ ഇതിൽ വന്നിട്ട് അവർ JBLന്റെ ലോഗോ ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറെ പേർക്ക് ഇത് കാണുമ്പോൾ JBLന്റെ ആമ്പാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് JBLന്റെ ആമ്പല്ല, ഇതൊരു അസംബിൾഡ് ആമ്പാണ്. അപ്പൊ നമുക്ക് എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്. അതായത് സോണിയുടെ ആമ്പാണോ JBLന്റെ ആമ്പാണോ എന്നാണ് ഇങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് സോണിയുടെ JBLന്റെ ആമ്പല്ല, നമ്മൾ അസംബിൾ ചെയ്തെടുക്കുന്ന ആംപ്ലിഫയറുകളാണ് ഈ ഐറ്റംസ് ഒക്കെ. അപ്പൊ ഇതിനകത്ത് ഒരു മാറ്റ് വിത്ത് ഗ്ലാസ് ടൈപ്പിലാണ് ഈ ഒരു അക്രിലിക് ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പവർ സ്വിച്ച് കൂടെയാണ് വരുന്നത്. ഇതിൽ USB സെപ്പറേറ്റഡ് ആണ്, കാരണം ഈ ആംപ്ലിഫയർ ഒരു ലോ കോസ്റ്റ്ലി വന്നിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ US മൊഡ്യൂൾ ഇതിന് സെപ്പറേറ്റ് ആണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് റിമോട്ട് കിറ്റിന്റെ ഡിസ്പ്ലേ വരുന്നത്, ഈ ഭാഗത്തായിട്ടാണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മൾ എൻകോഡർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കൺട്രോളിൽ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല, നമ്മളിതിനെ ഡമ്മിക്ക് വിട്ടിരിക്കുകയാണ്. ഇത്രക്ക് കാര്യങ്ങളാണ് ആംപ്ലിഫയറിന്റെ ഫ്രണ്ടേജിൽ വരുന്നത്. ഇനി നമുക്ക് ആംപ്ലിഫയറിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് കമ്പോണന്റ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ആംപ്ലിഫയറിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഇൻസൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാം. ഈ ആംപ്ലിഫയറിൽ നമ്മൾ കസ്റ്റമർ മുന്നിൽ കൊടുന്ന ആമ്പിലുണ്ടായിരുന്നതാണ് ഈ ഒരു ട്രാൻസ്ഫോമർ. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 5 ആംപിയർ സബിനും ഒരു 3 ആംപിയറിന്റെ ഉള്ളിൽ ചാനലിലും കിട്ടുന്ന ഒരു ട്രാൻസ്ഫോമറാണ് ഈ ഒരു മോഡൽ. ഇതിനകത്ത് നമ്മൾ സബിന്റെ ലെയറിൽ വന്നിട്ട് നമ്മൾ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് കേജ് കൂട്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി സബിലേക്ക് വേണ്ടി വൈൻഡിങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ കൊണ്ടുവന്നേന്ന് ചാനൽ നമ്മളൊന്നും ചെയ്തില്ല, പക്ഷെ സബിന്റെ സെക്ഷൻ നമ്മൾ വേറെയാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ വന്നിട്ട് 27/27 12/12 നമ്മൾ വൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് നമുക്കൊരു 4750 കപ്പാസിറ്ററാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ആളുടെ മുന്നത്തെ ആമ്പിലുണ്ടായിരുന്നതാണ് ഈ ഒരു കപ്പാസിറ്റർ 2 അപ്പൊ നമ്മൾ അത് ഒഴിവാക്കാണ്ട് നമ്മൾ ഇതിനകത്തേക്ക് അതിനെ ആഡ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു ട്രാൻസ്ഫോമറും കസ്റ്റമർ നമുക്ക് തന്നതാണ്. അപ്പൊ കസ്റ്റമറുടെ കയ്യിലുണ്ടായിരുന്നതാണ് ഈ ഒരു മോഡലും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഫാൻ പ്ലസ് ലൈറ്റും അതേപോലെ തന്നെ റിമോട്ട് കിറ്റിന്റെ സപ്ലൈയും നമ്മൾ ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ 2 പവർ ആമ്പാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മോഡൽ വന്നിട്ട് നമ്മൾ 2030 ഒരു പവർ ആമ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു ബോർഡ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. നോയ്സ് കമ്മിങ് അങ്ങനെ യാതൊരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ നല്ല ഡീറ്റെയിലിങ്ങും അതേപോലെ തന്നെ നല്ല ക്ലാരിറ്റിയും ഈ ബോർഡ് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ റിമോട്ട് കിറ്റിന് മാച്ച് ആവുന്ന രീതിയിൽ ഓൾട്ടർ ചെയ്തിട്ടാണ് ഈ ബോർഡ് നമ്മളിപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് മാക്സിമം 20 വാട്ടാണ് ഒരു ചാനലിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു കണക്കിലാണ് ഈ ട്രാൻസ്ഫോമറിന്റെ ആംബിയറും അതേപോലെ തന്നെ ഈ ICയുടെ ഔട്ട്പുട്ടും വരാം. പിന്നെ ഇതിൽ പവർ സപ്ലൈ ഇൻബിൽട്ട് ആണ്, ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടാണ് പവർ സപ്ലൈ വരുന്നത്. പിന്നെ ഇതിന് നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ങും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സബിന്റെ ബോർഡായിട്ട് എടുത്തിരിക്കുന്നത് MSK ഡിജിറ്റൽ ഓഡിയോന്റെ ഒരു മോണോ ബോർഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് മാക്സിമം 200 വാട്ട്സിന്റെ ഉള്ളിലാണ് ഇതിന്റെ RMS ഔട്ട്പുട്ട് നമുക്ക് കിട്ടാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് JBLന്റെ സബ് വരെ റൺ ചെയ്യിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ആമ്പ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനും 10 ലീഫ് ഹീറ്റ് സിങ് ആണ് നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഈ ആംപ്ലിഫയർ നമ്മൾ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സലൂണിലേക്കാണ്.
അവർ നമുക്ക് ഓർഡർ തരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു മാക്സിമം നല്ല പോലെ ടൈം വർക്ക് ചെയ്യണം. അപ്പോൾ കാലത്തൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നല്ല ടൈം കിട്ടണമെന്ന് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പം അതിന് കണക്കാക്കി തന്നെയാണ് ഈ ആംപ്ലിഫയർ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ വെട്ടിപ്പഴുക്കുന്ന പോലെ ഒന്നും ഹീറ്റ് ആവില്ല. ഒരു നോർമൽ ഹീറ്റിലാണ് ഈ ആംപ്ലിഫയർ നിൽക്കുക. അതേപോലെ തന്നെ 4 ohmസും 8 ohmസും രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ആമ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചാനലായാലും സബായാലും നമുക്ക് 4 ohms ആയാലും 8 ohms ആയാലും നല്ല രീതിക്ക് തന്നെ ഔട്ട്പുട്ട് കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ കസ്റ്റമറിൽ സ്പീക്കറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഴയ സ്പീക്കറുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങളുള്ള കാര്യം നമ്മൾ കറക്റ്റ് കൺഫേം ആക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഭാവിയിൽ ആൾ കൊണ്ടുവരും. പിന്നെ നമ്മുടെ ആംപ്ലിഫയറിൽ നോയ്സ് കമ്മിങ് അങ്ങനെ യാതൊരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മളെല്ലാ ആമ്പുകളും ഡിസൈൻ ചെയ്യാറുള്ളത്. ഇത് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഈ അസംബ്ലിങ് ആമ്പെന്ന് പറയുമ്പോൾ ഒരു മടി കാണിച്ച് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡിസ്റ്റോർഷൻ കൂടുതലായിരിക്കും, നോയ്സ് ഉണ്ടാവും, ഹമ്മിങ് ഉണ്ടാവും. അപ്പം നമ്മളിവിടെ ചെയ്യണ ആമ്പിൽ നമ്മൾ മാക്സിമം എത്രത്തോളമൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ആംപ്ലിഫയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോയ്സ് കമ്മിങ് അങ്ങനെ യാതൊരു ഇഷ്യൂസും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഫാനൊക്കെ ഫുൾ ടൈം റൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് കടയിൽ അതേപോലെ വർക്ക് ചെയ്യേണ്ട അവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമ്മളിതിന് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പവർ ആമ്പും ഓവർ ഹീറ്റ് ആവുന്ന രീതിയിലല്ല, ഒരു നോർമൽ ഹീറ്റിൽ നിൽക്കുന്ന രീതിയിലാണ് 2 പവർ ആമ്പ് ഉള്ളത്. അതൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ടാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ മുന്നുണ്ടായിരുന്നൊരു ബോർഡാണ്. ഈ ബോർഡാണ് നമ്മൾ കസ്റ്റമർക്ക് 6 ചാനലിനും നമ്മൾ പ്രൊട്ടക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മളൊരു ബക്ക് ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ റിമോട്ട് കിറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അൾട്രാ ഡിജിറ്റലാണ്. ഇതിൽ വന്നിട്ട് നമ്മൾ ബാസ്റ്റബിളിന്റെ സ്റ്റേജും അതേപോലെ സബിന്റെ സ്റ്റേജും നമ്മൾ ചെറിയൊരു ഓൾട്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. സബ് വന്നിട്ട് നല്ല സ്മൂത്തിൽ വർക്ക് ചെയ്യണം, അതേപോലെ തന്നെ കുറച്ച് ഡെപ്തും കിട്ടണം എന്നാണ് കസ്റ്റമറുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ അതിന് കണക്കാക്കി തന്നെ നമ്മൾ ഇതിനകത്ത് ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സബ് ഫിൽറ്റർ വരുന്നത് 2351 പറയുന്ന IC ആണ് വരുന്നത്. PT 2351 ഇതിന്റെ IC വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നുകൂടി ട്യൂൺ ചെയ്യാൻ എളുപ്പമാണ്. ഇതിനകത്ത് നമുക്ക് 2 കപ്പാസിറ്ററാണ് ഇതിന്റെ മെയിൻ സംഭവങ്ങളായിട്ട് വരുന്നത്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രീക്വൻസി കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങനെയാണ് ഇതിനെ കറക്റ്റ് മാച്ച് ആക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ആംപ്ലിഫയറിൽ വന്നിട്ട് ഒരു 5.1 ഇൻപുട്ട്, പിന്നെ ഒരു 3 ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. ഓക്സ് 1, 2, 3 അങ്ങനെ ഒരു 3 ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഫ്രണ്ടിലായിട്ട് USB ബ്ലൂടൂത്ത് നമുക്കിവിടെ ഇൻപുട്ട് സോഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ആംപ്ലിഫയറിന് ഇൻപുട്ട് സോഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഇവിടെ നമ്മൾ എൻകോഡർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ കൺട്രോൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ഒന്നും കൊടുക്കാണ്ട് ജസ്റ്റ് ഒരു ഷോക്കാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ തന്നെ പറഞ്ഞത് ആൾക്ക് എപ്പോഴും പോയി തിരിക്കണോട് വലിയ താല്പര്യമില്ല. ആളുടെ ഇതനുസരിച്ചിട്ട് നമ്മൾ സബിന് നമ്മൾ കൺട്രോളൊന്നും കൊടുത്തിട്ടില്ല, ഡയറക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആമ്പിന്റെ ഇൻസൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ചെറിയൊരു ഓഡിയോ ടെസ്റ്റ് ചെയ്യാം. No noise, no humming.